പൂച്ചേ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് ഒരു പണി തരാൻ വേണ്ടി വന്നതാ. എന്തിന്? ഇപ്പൊ പറഞ്ഞു തരാം. എന്തൊക്കെയുണ്ടറിയാ? നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. സുഖം തന്നെ. പാർട്ടി. ഈ റീയൂണിയൻ നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ കൂട്ടുകാരെ. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കെന്താ ഈ ബ്ലൂ കളർ? ബ്ലൂബെറി കഴിച്ചാ ഞാനിങ്ങനെ ബ്ലൂ കളറായത്. അപ്പൊ നീ എങ്ങനെയാ ഗ്രീൻ ആയത്? പച്ചപ്പുല്ല് തിന്നോ? ഇത് ബോഡിയുടെ കളറാണ്, ലേറ്റസ്റ്റ് ഫാഷൻ. ഇനി തിരിച്ചു പോയിട്ട് വേണം സ്കൈ ബ്ലൂ കളറിലേക്ക് മാറ്റാൻ. എനിക്കിത് ആ സാധനം വേണം. അതെന്റെ ബോസിന് ഒരുപാട് ഇഷ്ടപ്പെടും. അതെനിക്ക് ഉടനെ തന്നെ കിട്ടിയേ പറ്റൂ. സാറത് എന്ത് വേണം നീ പറയുന്നേ? അതാ ചോദിച്ചത്, ഏതാന്ന്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടെണ്ണത്തിന് മനസ്സിലായില്ല. എനിക്ക് ആ കളർഫുൾ ആയിട്ടുള്ള ഞണ്ടിനെയാണ് വേണ്ടത്. നീല ഞണ്ടിനെയും പച്ച ഞണ്ടിനെയും ചുവപ്പ് ഞണ്ടിനെയുമാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ എന്റെ ഐലൻഡിലെ അക്വാറിയത്തിൽ കൊണ്ടിട്ട് വളർത്തും. എന്നെ കളിയാക്കി ചിരിക്കുന്നോളാ. ഇന്നാ പിടിച്ചോ. എന്റെ ബോസിനെ ഒരുപാട് സന്തോഷമാകും. വോട്ട് വേഗം അടുപ്പിക്ക്. പിടിച്ചോട്ട് വാ അതിനെ. ഇപ്പൊ പിടിച്ചോണ്ട് വരാം സാർ. ഓടിക്കോ. എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് കണ്ടൂടെ? അവിടെ നമ്മളെ പിടിക്കാൻ വരികയാണ്. വാ വേഗം ഓടിക്കോ. എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ ബണ്ണി, 6 മാസം കൊണ്ട് നീ എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. നീ ജിമ്മിന്റെ പേര് നശിപ്പിക്കരുതാ. ചേട്ടാ ചേട്ടാ, ഒന്ന് സഹായിക്കണം. വലിയൊരു പ്രശ്നമുണ്ട്. എടാ കിരിക്കിട്ടെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ശ്വാസം വലിച്ചവിടെ. എന്റെ പ്രാണൻ ഇവിടെ പോകാനിരിക്കുമ്പോഴാണ് ചേട്ടൻ പ്രാണായാമം ചെയ്യാൻ പറയുന്നത്. എന്താ എന്ത് പറ്റി? ചേട്ടാ, ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ബീച്ചിൽ പാർട്ടി നടത്തുമായിരുന്നു. അപ്പൊ 2 ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയി. ഒന്ന് പോടുന്നോണയാ. ബീച്ച് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ ബീച്ചിൽ നിന്ന് കുറച്ച് മണൽ വാരിക്കൊണ്ട് പോവാം. എടാ, ബീച്ചിലെ അല്ല, എന്റെ കൂട്ടുകാരെ കൊണ്ട് ബോട്ടിൽ പോയെന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നിനക്കും പോയിരുന്നില്ലേ? ബീച്ചിൽ നടത്തുന്ന പാർട്ടിയേക്കാളും രസം ബോട്ടിൽ നടത്തുന്ന പാർട്ടിക്കായിരിക്കും. ഹണി, ചൂയിങ്ങോട്ടോ? എന്റെ കയ്യിലുണ്ട്. എന്നാ അത് കഴിച്ചോ. കുറച്ചു നേരത്തേക്ക് വായ നടഞ്ഞിരിക്കുമല്ലോ. കിറ്റ്കിറ്റേ, ആദ്യം നീ ഇത് പറ, എന്താ സംഭവിച്ചത്? വിദേശത്ത് നിന്ന് എന്റെ കൂട്ടുകാർ റീയൂണിയന് വന്നിരുന്നു. 2 ആൾക്കാർ വന്ന് അവരെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അതില് ഗ്രീനും ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്തു? എല്ലാരും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഇവൻ മാത്രം എന്ത് ചെയ്യാനാ? ഇവനാ പാർട്ടി അവിടെ വെച്ച് നിർത്തി കാണും. അതെ, ഇല്ല, അവരെ ആ ബോട്ട് കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ച് നിങ്ങളുടെ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോര്. അപ്പൊ പിന്നെ ഞങ്ങളുടെ പാർട്ടി നടത്താലോ? പാർട്ടി നടത്താൻ വേണ്ടിയല്ല, ഇവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാ പോകുന്നത്. സംശയമുണ്ടോ? അതെ, പോകട്ടെ. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ സൽപ്പേര് മുഴുവനും പോകും. എന്റെ ഭായ്, താൻ പേടിക്കണ്ട. അത്രമാത്രം സൽപ്പേരം തനിക്കില്ലല്ലോ. അതോ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു കേടുപാട് വരെ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു. തോത്താറമ്മേ വാ, നമുക്ക് നിന്റെ ബോട്ടിൽ അവരെ അന്വേഷിച്ച് പോവാം.
വേണ്ട, ബോട്ടിൽ പോണ്ട. അവർക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കടലിന്റെ അടിയിൽ കൂടെ നീന്തി അവിടെ എത്താം. എന്നാ വാ. വാവ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ഞണ്ടുകൾ. ഇവർ ഞങ്ങളുടെ അക്വേറിയത്തെ മനോഹരമാക്കും. ഇനി എന്റെ ബോസിന്റെ അക്വേറിയൽ ലാൻഡിനെ കുറിച്ച് എല്ലാരും തീർച്ചയായും അറിയും. അയ്യോ ഞങ്ങള് വെറുതെ വിടണേ, ഞാൻ എന്റെ ബോഡി കളർ ചെയ്തിരിക്കുകയാണ്. അതെനിക്ക് അറിയാലോ, അതെനിക്ക് നന്നായി അറിയാം. പക്ഷെ അതെന്റെ ബോസിന് അറിയില്ലല്ലോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പക്ഷെ എന്റെ കളർ വെള്ളം വീണാൽ ഇളകും. പക്ഷെ ഞാൻ നിങ്ങളെ വെള്ളത്തിന്റെ അടുത്തേക്ക് ഒരിക്കലും കൊണ്ടുപോവില്ല. കാരണം അതും ഒരു ട്വിസ്റ്റാണ്. എടാ, ആ കിറ്റ്കിറ്റ് ഇൻവിറ്റേഷൻ അയച്ചപ്പോ വരാനേ പാടില്ലായിരുന്നോ? നമ്മളാണെങ്കിൽ അവിടെ കുടുങ്ങിയിരിക്കുക, അവനെ കാണാനുമില്ല. ഇവരെ ആ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേക്ക്. എന്നിട്ട് എനിക്ക് വേണ്ടി നല്ല സൂപ്പ് ഉണ്ടാക്കുക. അതുവരെ ഞാനൊന്ന് സൺബാത്ത് ചെയ്യട്ടെ. സൺബാത്ത് വളരെ നല്ലതാണ്. സാർ ഓർക്കോട്ടിട്ടാണോ സൺബാത്ത്? ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ? പണി, നമ്മൾ കടലിൽ കുളിക്കാൻ വേണ്ടി വന്നതല്ല. ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. ആ, സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. എടാ പൂച്ചേ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് ഇതൊരു പണി തരാൻ വേണ്ടി വന്നതാ. എന്തിന്? ഇപ്പൊ പറഞ്ഞു തരാം. എന്തായാലും ഒരുത്തന്റെ കാര്യം നടപടിയായി. പോട്ടെ, നിനക്ക് കഴിയുന്നവരോട് പോയി മുട്ട. ആ കിറ്റ്കിറ്റിന്റെ രണ്ട് കൂട്ടുകാർ ഇവിടെ കാണുന്നില്ലല്ലോ. അതെ, ഡാൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിച്ചതും പോരാ, എന്നെ വെറുതെ പിടിച്ച് തല്ലുന്നോ? എന്താ പറ്റി? ആരാണ് നീയൊക്കെ? എന്റെ പെർമിഷൻ ഇല്ലാതെ ഇതിനകത്ത് എങ്ങനെ കയറി? ഞങ്ങള് കിറ്റിന്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അല്ല, ആരായി കിറ്റ്കിറ്റ്? അത് ഞാൻ തന്നെയാണ്. നീ എന്റെ കൂട്ടുകാരായ ബ്ലൂവിനെയും ഗ്രീനിനെയും പിടിച്ചു വച്ചിരിക്കുകയാണ്. അവരെ ഞാൻ വിട്ടുതരില്ല. ഞാൻ എന്റെ ബോസിന് അവരെ സമ്മാനമായി കൊടുക്കും. എടാ തടിയാ, മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരെ തിരിച്ചേൽപ്പിക്ക്, ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി കടലിൽ കളയും ഞാൻ. ഒരു ഞണ്ടായിട്ട് ഇത്ര അഹങ്കാരോ? വേഗം അറ്റാക്ക് ചെയ്യ്. ശരി സാർ, പൊയ്ക്കോളാം. എടാ മണ്ടന്മാരെ, അറ്റാക്ക്, ആക്രമിക്കാനാ പറഞ്ഞത്. നിങ്ങളോട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അയാൾ പറയുന്നത്. നോക്കി നിൽക്കാതെ വേഗം അറ്റാക്ക് ചെയ്യേ. അവന്റെ മൂക്കിലൊന്ന് ഇറുക്ക്. എന്നെ കളിയാക്കി ചിരിക്കണോ? എന്നാ പിടിച്ചോ. എന്റെ ബോസിനെ നീ തല്ലുവല്ലടാ. അയ്യോ എന്റെ അമ്മച്ചി. എടാ നീയൊക്കെ യൗമാരെയാണോ തല്ലുന്നത്, എന്നെയാണോ തല്ലുന്നത്? അപ്പൊ രൂപ ആര് തരും? രൂപയോ? മണി മണി മണി, കാശിന്റെ കാര്യമാണ് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞ് മനസ്സിലായി തരാം. സ്റ്റണ്ട് കിടക്കട്ടെ. നിനക്കൊന്നും ശരിക്കും എന്നെ അറിയില്ല. ഞാനൊരല്പം വെറൈറ്റിയാണ്. സൂക്ഷിച്ചോ. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ കടലിനകത്തേക്ക് പൊക്കോ. അതെ, എന്നിട്ട് അവന്റെ നാവ് അരിഞ്ഞെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് സ്രാവിനിട്ട് കൊടുക്കണം. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. ഇവർ എന്നെക്കാളും വലിയ വെറൈറ്റി ആണല്ലോ. നിങ്ങൾ കിറ്റ്കിറ്റിന്റെ ഫ്രണ്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോ പലതും ചെയ്തെന്ന് വരും. സംശയമുണ്ടോ?
ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ വെറുതെ വിടണേ. കയറങ്ങാണം പൊട്ടിയാ താഴെ സ്രാവുണ്ട്. അയ്യോ അയ്യോ മുക്കല്ലേ, അയ്യോ എന്നെ മുക്കല്ലേ. എന്താ ചെയ്യുന്നത്? അവരുടെ മനസ്സിലഴുക്കാ പോയത്. ശരീരത്തിലഴുക്ക് പോരാ ഞാൻ നന്നായിട്ട് മുക്കിയെടുത്തത്. പൊന്നുകണി അവരെ കാണാൻ വെള്ളം കുടിച്ച് ചത്തുപോയാ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സംശയമുണ്ടോ? അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ. അയ്യോ ദാ പെട്ടിയിലുണ്ട് ഞണ്ടുകൾ. കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ. താങ്ക് യു കിറ്റ് കിറ്റ്. നീ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അക്വേറിയത്തിൽ കഴിയേണ്ടി വന്നേനെ. താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണേ. താഴെ വീണ പൊടി പോലും കിട്ടില്ല. മുകളിൽ വന്ന ജീവനെങ്കിലും കിട്ടും. പ്ലീസ് ഞങ്ങളെ ഒന്ന് വെറുതെ വിടണേ. ഇനി നിങ്ങൾ ഞങ്ങളെ വിടണം. വേഗമാവട്ടെ, ഞങ്ങളെ കരയെ കൊണ്ടൊന്ന് വിട്. കര ഒരുപാട് ദൂരെയല്ലേ, അതുകൊണ്ടേ ഒരു 8 ഗ്ലാസ് ജ്യൂസ് എടുത്തോണ്ട് വാ. അതുവരെ ഞങ്ങളിവിടെ സൺബാത്ത് ചെയ്തിരുന്നോളാം. ഏയ്